ലോക കേരള സഭ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സമാപിച്ചു. അതിൻ്റെ രാഷ്ട്രീയമായിരിക്കുന്ന ചർച്ചകളും ഉപചർച്ചകളും ഇപ്പോഴും പൊട്ടിപ്പൊടിക്കുകയാണ്. എന്താണ് ലോക കേരള സഭ? അത് എന്തിനാണ് 2 വർഷം കൂടുതൽ സമയത്ത് സംഗമിക്കാറുള്ളത്? എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? എന്തെങ്കിലും ഗുണം അതുകൊണ്ട് പ്രവാസികൾക്കുണ്ടോ എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ലോക കേരള സഭ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാരിനെ പിന്തുണക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് മാത്രമേ അതിനെ നമുക്ക് വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും പറ്റൂ. പ്രവാസികൾക്ക് സാധാരണഗതിയിൽ ഈ ലോക കേരള സഭ കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവാറില്ല. ലോകാടിസ്ഥാനത്തിലുള്ള വ്യവസായികളും സമ്പന്നരും ഒത്തുകൂടാനുള്ള ഒരു വേദി, അതിന് കോടിക്കണക്കിന് രൂപ വർഷാന്തം അല്ലെങ്കിൽ 2 വർഷം കൂടുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ നീക്കിവെക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സർക്കാർ പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ 125 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. 3 ദിവസമാണ് പരിപാടി ഉണ്ടായിരുന്നത്. 29, 30, 31 തീയതികളിൽ ജനുവരി മാസം, കഴിഞ്ഞ മാസം. അതിൽ 29-ാം തീയതി നിയമസഭയ്ക്ക് പുറത്തും 2 ദിവസം നിയമസഭയ്ക്ക് ഉള്ളിലുമാണ്. അവിടെ വെച്ച് ഈ കാര്യമായിട്ടുള്ള ചർച്ചാ കാര്യങ്ങൾ, ആദ്യത്തെ ദിവസം 29-ാം തീയതി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗവും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനെ വിമർശിക്കുന്ന രാഷ്ട്രീയ പരിപാടികളുമാണ്. എല്ലാവരും സംസാരിച്ചവരൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ സർക്കാരിനെ വല്ലാത്ത രീതിയിൽ പ്രശംസിക്കുന്നവർ ചെയ്ത പ്രവർത്തികളും 10 വർഷമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന കാലത്ത് വീണ്ടും സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ചെയ്യുന്ന പ്രവർത്തികളും അങ്ങനെയൊക്കെ തന്നെ. പിന്നീട് അതിനെ എതിർത്തവരും പങ്കെടുക്കാത്തവരെ കുറിച്ചൊക്കെ രൂക്ഷമായിരിക്കുന്ന വിമർശനവും ആ രീതിയിലുള്ള ഒരു പരിപാടിയാണ് 29-ന് 30, 31 തീയതികളിൽ നിയമസഭയ്ക്കുള്ളിൽ വെച്ചിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളിൽ നിന്ന് എത്തപ്പെട്ട പ്രവാസി പ്രതിനിധികൾ അവരുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വളരെ കൃത്യതയോട് കൂടിയിട്ട് തയ്യാറാക്കപ്പെട്ട ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് മാത്രമേ അവിടെ ഉള്ളൂ. 125 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 25 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പോലും യഥാർത്ഥത്തിൽ അവിടെ കാര്യങ്ങൾ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിന്നിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അവർക്ക് ഇഷ്ടമുള്ള തൃപ്തിയുള്ള ആളുകൾ, അതായത് ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ആളുകളുടെ പേര് ലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് അവരോട് കാര്യങ്ങൾ പറയുന്നു. അവർ കാര്യങ്ങൾ സംസാരിക്കുന്നു. അവരുടേതായിരിക്കുന്ന 3 മിനിറ്റ് സമയം കൊടുത്ത് കഴിഞ്ഞ് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് കാര്യമായിട്ട് അവിടെ വരാറുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്? ഇവർ സംസാരിക്കുന്നതൊക്കെ പറയുന്ന സമയത്ത് ഇവരെ ഡിപ്പാർട്ട്മെൻറ്റ്, നോർക്കെ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അതല്ലെങ്കിൽ ലോക കേരള സഭയുടെ പ്രതിനിധികളാണെങ്കിൽ രേഖപ്പെടുത്തി വെക്കും. ഈ രേഖപ്പെടുത്തി വെക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കില്ല. സർക്കാരിന് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു അജണ്ട ഉണ്ടാവും. അജണ്ട മാത്രമേ നടപ്പിലാക്കൂ. ഇവർ ചുമ്മാ സംസാരിക്കാനുള്ള ഒരു അവസരം നിയമസഭക്കകത്ത് കയറാൻ പറ്റും, കൂട്ടിരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും, 2 വാക്ക് സംസാരിച്ചിട്ട് അത് വീഡിയോയിൽ എടുക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ തന്നെയാണ് കാര്യമായിട്ട് വരുന്നവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ലോക കേരള സഭയുടെ ഈ വിഷയം എന്ന് പറയുന്നത്, ഈ സംഭവം എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള നോർക്ക ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പോഷക സംഘമാണ്, അല്ലെ സംഘടനയാണ്. കേന്ദ്ര സർക്കാരിനോ എംബസിക്കോ കോൺസുലേറ്റിനോ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരിതുപോലെ അറിയപോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, രാജ്യത്തിൻ്റെ പുറത്തുള്ള പ്രവാസികൾക്ക് നിയമപരമായോ സാമ്പത്തികപരമായിട്ടോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലോ എന്തെങ്കിലും ഒരു നിയമപ്രശ്നം വന്നാൽ അതിൽ ഇടപെടാൻ ഇവർക്ക് യാതൊരു അധികാരമില്ല, ഇവർക്ക് റോളില്ല. അത് ആ എംബസിയോ കോൺസുലേറ്റിനോ സമീപിക്കണം, അല്ലെങ്കിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയുമായിട്ട് അത് ഇടപെടണം എന്നുള്ളതാണ്. നമുക്ക് കോവിഡ് കാലത്ത് ഈ നോർക്കയും ഈ ലോക കേരള സഭ എന്ന് പറഞ്ഞ സംവിധാനമൊക്കെ വെറുതെ എടുത്തു ചാടിയിട്ട് പ്രവാസികളെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കുന്ന ഒരു സംഭവം ചെയ്യാറുണ്ട്. അത് കോവിഡ് കാലത്ത് നോർക്ക ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. നാട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വേഗം നോർക്കയിൽ രജിസ്റ്റർ ചെയ്യണം പ്രവാസികളോടാണ് പറഞ്ഞത്. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 10 ലക്ഷത്തിലധികം പ്രവാസികൾ UAE തന്നെ ഉണ്ട്. ഏകദേശം 5 ലക്ഷത്തിലധികം പ്രവാസികൾ സൗദി അറേബ്യയിലുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ലോകത്ത് 1,17,00,000 ഇന്ത്യക്കാരുള്ളതിൽ ഏകദേശം 45% മലയാളികളാണ്. അതിൽ തന്നെ ഏകദേശം 75% ഗൾഫിലെ 6 രാജ്യങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ ആ രാജ്യത്തുള്ള ആളുകൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സൗദി അറേബ്യ വലിയൊരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ വ്യത്യസ്ത രീതിയിലൊക്കെയാണ് ജോലി ചെയ്യുന്ന പ്രവാസികൾ ഉണ്ടാവാറുള്ളത്. അവരെല്ലാവരും വന്നിട്ട് രജിസ്റ്റർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വലിയ ശ്രമകരമാണ്. ജോലി ഒഴിവാക്കി വരാൻ വേണ്ടിയിട്ട് സാമ്പത്തിക ചെലവുണ്ട്. എന്ന് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ കോവിഡ് കാലത്ത് ഏകദേശം 5 ലക്ഷത്തോളം പ്രവാസികൾ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് നോർക്കയിൽ രജിസ്റ്റർ ചെയ്തു.
ചാർട്ടേഡ് വിമാനം പ്രഖ്യാപിച്ചു. അതിനുശേഷം വിമാനങ്ങൾ വന്നുകൊണ്ട് നിന്ന വിമാനത്തിൽ ആളുകളെ, ഇന്ത്യക്കാരെ കയറ്റിക്കൊണ്ടുവന്നത് എംബസിൽ രജിസ്റ്റർ ചെയ്ത രേഖയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് നോർക്കയിൽ രജിസ്റ്റർ ചെയ്തത് എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും യഥാർത്ഥത്തിൽ ഇത് മറുപടി പറയാൻ കഴിയുന്നില്ല. അപ്പോൾ വെറുതെ പ്രവാസികൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന പല ഘട്ടങ്ങളും നോർക്ക സ്ഥാപനം തന്നെ ചെയ്യുന്നുണ്ട്. അവർക്കറിയില്ല, രാജ്യത്തിന് പുറത്ത് ഇതിന് അംഗീകാരമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് നോർക്കയും ലോ കേരള സഭയും ഒക്കെ. അതിന് രാജ്യത്തിൻ്റെ പുറത്ത് ഒരു പ്രവാസി പ്രയാസം അനുഭവപ്പെടുകയാണെങ്കിലും, അല്ലെങ്കിൽ നാട്ടിലേക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടും, അല്ലെങ്കിൽ ഇവിടെ മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലും അതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഒരു റോളും ഇല്ല, അവർക്ക് അംഗീകരിക്കുകയില്ല. ആര് എംബസി കോൺസുലേറ്റും ഒന്നും അംഗീകരിക്കുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ വല്ലാത്ത രീതിയിലുള്ള പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും പ്രവാസികളെ ആക്കുന്ന പ്രവൃത്തിയും ഇവർ ചെയ്യാറുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ പ്രവാസികളെ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വ്യത്യസ്തമായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. അത് ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ ഒരു സെക്ഷൻ, യൂറോപ്യൻ രാജ്യങ്ങൾ മറ്റൊരു സെക്ഷൻ, ആഫ്രിക്ക ആണെങ്കിൽ വേറെ സെക്ഷൻ, തിരിച്ചു വന്ന പ്രവാസികളാണെങ്കിൽ വേറെ സെക്ഷൻ. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കപ്പെടുന്നത് തിരിച്ചു വന്ന പ്രവാസികളാണ്. അവർക്കിപ്പോൾ പെൻഷൻ കിട്ടുന്നതിന് പ്രായപരിധി 60 വയസ്സ് വരെയാണ്. 60 വയസ്സ് വരെ അംശാദായം, അതായത് 55 മുതൽ 60 വയസ്സ് വരെ ഏറ്റവും ചുരുങ്ങിയത് അടക്കുന്ന സമയത്ത് മാത്രമാണ് പെൻഷന് അവർ അർഹരാകുന്നത്. 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അടക്കാനുള്ള ഒരു സംവിധാനമോ ഇല്ല. യഥാർത്ഥത്തിൽ ഒരു പ്രവാസിക്ക്, തിരിച്ചു വന്ന പ്രവാസിക്ക് പണം കിട്ടേണ്ടത്, അല്ലെ സഹായം കിട്ടുന്നത് 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. അത് സർക്കാർ ചെയ്യുന്നില്ല. പല ഘട്ടങ്ങളിലും പല തരത്തിലും ഈ വിഷയത്തിൽ ഒരു പ്രായപരിധി പ്രവാസികൾക്കുള്ളത് എടുത്തു കളയണം എന്നാവശ്യപ്പെട്ടിട്ട് സർക്കാർ അത് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. അപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലിയുണ്ട്, അവർക്ക് ശമ്പളമുണ്ട്, അവർക്ക് വരവും പോക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ എല്ലാവിധ സ്വാതന്ത്ര്യ കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരിച്ചു വന്ന പ്രവാസി 60 വയസ്സ് കഴിഞ്ഞാൽ, പിന്നീട് 50 വയസ്സ് കഴിഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ ഒരു പെർമനൻറ്റ് വിസ കിട്ടുക എന്ന് പറയുന്ന പ്രയാസമാണ്. തിരിച്ചു പോലെ പിന്നെ ഇവിടെ അടിഞ്ഞു കൂടുന്ന രീതിയാണ്. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരാണ് കൂടുതൽ പ്രവാസികൾ ഉള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് നൽകുന്ന സഹായം തന്നെ നിർത്തിവെക്കും. ഇപ്പോൾ ഈ ചർച്ച ലോ കേരള സഭയുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ചു വന്ന പ്രവാസികൾ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ പോലെ ഒരു ചെറിയ റൂമിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ചർച്ച നടത്തുന്നത്. ആ ചർച്ചയിൽ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കും. എന്നാലോ ഈ അഭിപ്രായത്തിനനുസരിച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടോ? ഇല്ല. ചർച്ചയിൽ അങ്ങനെ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്ന ഒരു നാടകത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. ഒരുപാട് നിർദ്ദേശങ്ങളും ഒരുപാട് അഭിപ്രായങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും വ്യത്യസ്തമായിരിക്കുന്ന വ്യക്തികളും സംഘടനകളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പരിഹരിക്കില്ല. അത് യഥാർത്ഥത്തിൽ വിശാലമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഏരിയ തന്നെ നൽകേണ്ടത് തിരിച്ചു വന്ന പ്രവാസികൾക്കാണ്. അവരാണ് കൂട്ടം കൂടി സംഘടിച്ചുകൊണ്ട് കേരളത്തിൽ നിൽക്കുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത രാജ്യങ്ങൾ ചെതറിക്കിടക്കുന്ന വ്യത്യസ്ത പ്രവാസികളാണ്, വ്യത്യസ്ത പ്രശ്നങ്ങളാണ്. തിരിച്ചു വന്നവർക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമാണ്: സാമ്പത്തിക പ്രയാസം, ആരോഗ്യ പ്രയാസം, ജീവിത ചെലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഒന്നാണ്. അതിൽ ഊന്നിയിരിക്കുന്ന ഒരു ചർച്ച ചെയ്യുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ലോ കേരള സഭയുമായിട്ട് ബന്ധപ്പെട്ട കേരള സർക്കാരിന് വേണ്ടി എന്താണ്? സാമ്പത്തികം വേണം, വ്യവസായികൾ വേണം, സമ്പന്നർ വേണം, അവർ വരണം, അവർ തമ്മിലുമായി സഹകരിക്കണം, അവിടെ എത്തുന്ന സമയത്ത് വലിയ സ്വീകരണം കിട്ടണം, ആ സ്വീകരണം വലിയ ചിത്രമാക്കി കൊടുക്കണം, എന്നിട്ട് 125 ആൾ 155 രാജ്യങ്ങളിൽ നിന്ന് ആളുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയണം. ഇതാരോ എണ്ണം ചോദിക്കാനങ്ങാൻ പോകുന്നുണ്ടോ? ചോദിച്ചാലും വ്യത്യസ്തമായിരിക്കുന്ന മറുപടി കിട്ടുമോ? അതുമില്ല. കഴിഞ്ഞ വർഷം, അതായത് 2024 ലോ കേരള സഭയുടെ 4ാമത്തത് കഴിഞ്ഞത്, 4th എഡിഷൻ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിനുള്ളേക്കാണ് എത്രയോ അംഗബലം കുറവാണ് 2026. ഒഴിഞ്ഞ കസേരകൾ ഒരുപാട് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ കാരണം എന്താണ്? താല്പര്യമില്ലാതെ വരുന്നു. മുൻപത്തെ അപേക്ഷിച്ചിട്ട് താല്പര്യം കുറവ് വരികയാണ്. കാര്യം എന്ന് പറയുന്നത് ഇതൊരു നാടകമാണ്, അല്ലാതെ ഇതിന് പ്രത്യേകമായ രീതിയിൽ വലിയ ഗുണമൊന്നുമില്ല. ഓരോരോ വർഷത്തിലും നടത്തിയിരിക്കുന്ന ഈ സഭാ മീറ്റിങ്ങും അതിന് ചിലവായിരിക്കുന്ന സാമ്പത്തികവും നമുക്കൊന്ന് താരതമ്യം നോക്കാം. കേരള സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വം നൽകുന്ന ഒരു സംവിധാനമാണ് പ്രവാസി ലോ കേരള സഭ എന്ന് പറയുന്നത്. നമ്മളത് പറഞ്ഞു. വ്യവസായ സാമൂഹ്യ സാംസ്കാരിക വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തുക എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന ലക്ഷ്യമായിട്ട് ഇതിനെ കാണുന്നത്. 2 വർഷത്തിലൊരിക്കലാണ് ഈ സഭ സമ്മേളിക്കുന്നത്. 1ാം സമ്മേളനം നടന്നത് 2018 ജനുവരി മാസം 12, 13 തീയതികളിലാണ് തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിൻ്റെ അകത്താണ് ഈ പരിപാടികളൊക്കെ നടക്കാറുള്ളത്. അംഗസംഖ്യ 351 പേരായിരുന്നു അന്നുണ്ടായിരുന്നത്. 182 പ്രവാസികൾ, 169 നിയമസഭാ പാർലമെൻറ്റ് അംഗങ്ങൾ, മറ്റുള്ള എല്ലാവരും കൂടി ചേർത്തിട്ട് 351. അത് തുടങ്ങുകയാണ് 2018 വർഷത്തിലാണ് അതിൻ്റെ ആരംഭം കുറിക്കപ്പെടുന്നത്. 2ാം സമ്മേളനം നടക്കുന്നത് 2020 ജനുവരി മാസം 1, 2.
മൈഗ്രേഷൻ, തൊഴിൽ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഡിജിറ്റൽ IT സെക്ഷൻ, സ്കില്ല് ചാലഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ വിപുലമായിരിക്കുന്ന ചർച്ച നടത്തിയിട്ടുണ്ട്. പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വിഷയം. 2022 ജൂൺ മാസം 13-ാം തീയതി മുതൽ 15-ാം തീയതി വരെ 3 ദിവസമാണ് മൂന്നാമത്തെ സമ്മേളനം നടക്കുന്നത്. 65 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു എന്ന് പറയുന്ന 351 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ലോ കേരള സഭ ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചത് ആ കാലത്താണ്, 2022 വർഷത്തിൽ. വ്യത്യസ്ത ഇന്ത്യൻ സംസ്ഥാനത്തിലുള്ള ആളുകളും വ്യവസായികളും വ്യത്യസ്ത രാജ്യത്തിലുള്ള ആളുകളും പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളൊക്കെ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു 2022 4-ാം സമ്മേളനം നടന്നത് 2024 ജൂൺ മാസം 13 മുതൽ 15 വരെ 3 ദിവസം നീണ്ടുന്നത്. ഒരു ദിവസം പുറത്തും 2 ദിവസം നിയമസഭക്കകത്തും. 103 രാജ്യങ്ങളുടെ പ്രതികൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നു. 25 സംസ്ഥാനങ്ങളുടെ പ്രതികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. വികസനം, മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, തൊഴിൽ, ആരോഗ്യം, മറ്റ് നിയമ സഹായ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. പരിഹാരമല്ല, ചർച്ചകൾ നടത്തി. 5-ാമത്തെ ഈ സഭാ ഈ സമ്മേളനമാണ് കഴിഞ്ഞ ദിവസം ജനുവരി മാസം അവസാനിച്ചത്. അതായത് 2026 ജനുവരി മാസം 29, 30, 31 തീയതികളിൽ 29-ാം തീയതി നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. അത് പരിപാടി ഈ 5 വൈകിട്ട് മുതലാണ് തുടങ്ങുന്നത്. 5 മണിയാണ് പറയുന്നത്, ഏകദേശം 4-4:30 സമയത്ത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിലുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പ്രധാനമായ രീതിയിൽ എല്ലാവരെയും ക്ഷണിക്കപ്പെട്ട പരിപാടിയാണ്. പ്രതിപക്ഷം പങ്കെടുത്തിട്ടില്ല. ബാക്കി ഭരണപക്ഷത്തിൽപ്പെട്ടവരാണ് സാധാരണ എല്ലാവരും അവിടെ തന്നെയാണ് വരാറുള്ളത്. ഇതിൽ അരമണിക്കൂറിലധികം നീണ്ടൊരു പ്രസംഗം മുഖ്യമന്ത്രി നടത്തി. ഉദ്ഘാടന പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് നടത്തി. അത് ഈ പ്രസംഗത്തിൽ പ്രധാനമായ രീതിയിൽ സർക്കാർ സംസ്ഥാനത്ത് കൊണ്ടുവന്ന വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് 20 മിനിറ്റ് സംസാരിച്ചത്. 5 മിനിറ്റോളം ഇതിന് മറ്റുള്ള പ്രതിപക്ഷ കക്ഷികൾ വരാത്തതിനെക്കുറിച്ച്, അവർക്ക് വന്നാൽ അവരുടേതായിരിക്കും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനുള്ള അവസരം ഉണ്ടായിരുന്നു, അത് ചെയ്തിട്ടില്ല, ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് വന്നത്. അങ്ങനെ ഏകദേശം ഇത്രയും സമയം നീണ്ടു നിന്ന 35 മിനിറ്റാണെന്ന് തോന്നുന്നത്. അത്രയും സമയം നീണ്ടു നിന്ന പ്രസംഗത്തിൽ എവിടെയും വിദേശത്തുള്ള പ്രവാസികളുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കേന്ദ്ര സർക്കാരുമായിട്ട് ഇടപെട്ടുകൊണ്ട് പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടാക്കുന്നതിനെക്കുറിച്ച് ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. ഇതാണ് പരിപാടി. പിന്നീട് സംസാരിച്ച മന്ത്രിമാർ, ബന്ധപ്പെട്ടവർ, പ്രധാനപ്പെട്ട കക്ഷികൾ, യൂസുഫ് അലിയൊക്കെ ഉണ്ടായിരുന്നു. യൂസുഫ് അലിയൊക്കെ ഒരു ഗാനം പാടിയ, ഈ കവിത ചൊല്ലിയ ഒരു സ്റ്റേജും കൂടിയായിരുന്നു അത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് അപ്പോഴൊക്കെ പ്രശംസിക്കുന്നത് ആരെയാണ്? സർക്കാരാണ്. മറ്റുള്ളവർ സർക്കാരെ പ്രശംസിക്കുന്ന സമയത്ത് വേദിയിലുള്ള ആളുകൾ കൈയടിച്ച് കണ്ടെന്ന് പ്രോത്സാഹിപ്പിക്കും. ഇതിനാണ് കാര്യമായിട്ട് അവിടെ നടന്ന പരിപാടി. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഗാനമേളാണ്. ഗാനമേള ഈ പ്രവാസിയായിട്ട് ബന്ധപ്പെട്ട ഗാനമേള ഏകദേശം 1.5 മണിക്കൂർ, 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന് വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുള്ള ഒരു ഗാനമേള പരിപാടി. അതോടുകൂടി നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉള്ള ഈ പ്രവാസി മീറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ 30, 31 തീയതികളിൽ രാവിലെ മുതൽ വൈകിട്ട് അല്ലെങ്കിൽ രാത്രി വരെ എന്ന് പറയാം, ഏകദേശം 8 മണി 8-9 മണി വരെ ഏകദേശം ഉണ്ടായിട്ടുണ്ട്. ആ 2 ദിവസത്തെ പരിപാടിയിലും ഈ പ്രവാസികളുടെ വ്യത്യസ്ത രാജ്യങ്ങളിൽ വന്ന പ്രവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് പരിപാടിയാണ്. 125 രാജ്യങ്ങളിലെ 50-ലധികം പ്രതിനിധികൾ, 500-ലധികം പ്രതിനിധികൾ പങ്കെടുത്തു. 22 ഇന്ത്യയുടെ സംസ്ഥാനത്തിലെ പ്രതിനിധികൾ, വേറെ 28 സംസ്ഥാനത്തിലെ പ്രതിനിധികൾ പങ്കെടുത്തായിരിക്കുന്ന വിവരങ്ങളൊക്കെ ഉണ്ടായി. പ്രവാസി നിയമസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട്, തൊഴിലിടങ്ങളിലെ പീഡനം, പ്രവാസികളുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ വ്യത്യസ്ത രാജ്യങ്ങളിലെ പ്രവാസികൾ പരസ്പരം ബന്ധപ്പെടുന്നതുമായിട്ട് കാര്യങ്ങൾ, പിന്നെ ആരോഗ്യ സംബന്ധമായിരിക്കുന്ന വിഷയം, ഇവരെല്ലാം ചർച്ച നടന്നു. ഇതിൽ എല്ലാത്തിലും ഈ പ്രവാസി നിക്ഷേപം അത് പ്രധാനപ്പെട്ടതാണ്. ആ നിക്ഷേപം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ലോകരാജ്യങ്ങളിൽ വ്യവസായികളും ബിസിനസ്സും ഒക്കെ നടത്തപ്പെടുന്ന രാജ്യങ്ങളിലെ വ്യവസായികൾ തങ്ങളുടെ കേരളത്തിൽ നിക്ഷേപം നടത്തുക എന്നതിന് വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന ഒരു പരിപാടിയാണെന്ന് നമുക്ക് ചുരുക്കി പറയാൻ വേണ്ടി സാധിക്കും. 2020 83 ലക്ഷം രൂപ ചിലവായി. 2024 2 കോടി രൂപ ചിലവായി. 2025 2.25 കോടി രൂപയാണ് ഏകദേശം പറയുന്നത്. 2026 വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല. താമസം, ഭക്ഷണം, പബ്ലിസിറ്റി, വെബ്സൈറ്റ്, മറ്റ് പല ഈ ചെലവുകൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് 2 കോടി 2.25 കോടി അത്രയും പൈസകൾ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ വ്യവസായ ആറാട്ട് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പരിപാടി. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ 2 കാറ്റഗറിയാണ്.
രണ്ടിനെയും രണ്ട് കാറ്റഗറി ആയിട്ട് തന്നെ വിഭജിക്കേണ്ടതുണ്ട്. അതായത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഒരു കാറ്റഗറിയാണ്, തിരിച്ചു വന്നിട്ട് പിന്നീട് വിദേശ രാജ്യത്തേക്ക് പോകാത്ത പ്രവാസികൾ മറ്റൊരു കാറ്റഗറിയാണ്. ഇവിടെ നിൽക്കുന്ന പ്രവാസികൾ, അതായത് തിരിച്ചു വന്നിട്ട് ഇവിടെ ശേഷിക്കുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും എല്ലാം ഒന്നാണ്. തിരിച്ചു വന്ന പ്രവാസികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിരിച്ചു വന്ന പ്രവാസികളുടെ തിരിച്ചു പോകാത്ത, അതായത് 60 വയസ്സ് കഴിഞ്ഞിട്ട് വിദേശത്തേക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ചു പോകാത്ത മുഴുവൻ പ്രവാസികളുടെയും എന്ന് വെച്ചാൽ ഏകദേശം 50 ലക്ഷത്തിലധികം പ്രവാസികൾ നിലവിൽ കേരളത്തിൽ തിരിച്ചു വന്നവരുണ്ട്. അത് കൃത്യമായ കണക്കല്ല, സംഖ്യ കൂടാനേ സാധ്യതയുള്ളൂ. അത്തരം പ്രവാസികൾ 60 വയസ്സ് കഴിഞ്ഞവരാണ് കൂടുതൽ, അല്ലെങ്കിൽ 55 വയസ്സ് കഴിഞ്ഞ്, അല്ലെങ്കിൽ തിരിച്ചു പോകാൻ പറ്റാത്തവർ, രോഗം വന്നവരോ ആരോഗ്യ പ്രശ്നമുള്ളവരോ അല്ലെങ്കിൽ വൈകല്യമായിട്ട് ബന്ധപ്പെട്ട വിഷയമോ അല്ല കാഴ്ചയായിട്ട് അങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കുടുംബ പ്രശ്നം, കുടുംബത്തിൽ ആരും ഇല്ലാത്ത വിഷയം, അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്. കുട്ടികളില്ലാത്ത പ്രശ്നം, യാത്ര ചെയ്യാൻ പറ്റാത്ത പ്രശ്നം, കാലാവസ്ഥ പറ്റാത്ത പ്രശ്നം, വ്യത്യസ്തമാണ് പ്രശ്നങ്ങൾ. അവരുടെ എല്ലാവരുടെയും വിഷയങ്ങൾ ഒന്നാണ്. ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ വേണ്ടി പറ്റില്ല, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല, 60 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപേക്ഷിക്കാൻ പറ്റില്ല, ആരോഗ്യപരമായിരിക്കുന്ന വിഷയമുണ്ട്, വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു, സ്വന്തമായിട്ട് ഞങ്ങൾ സമ്പാദ്യങ്ങളൊന്നുമില്ല, പുറത്തിറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല, വിദേശികളായതുകൊണ്ട് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ട് നല്ല ഡ്രസ്സ് ഇടാതെ സമൂഹത്തിനിടയിൽ ഇറങ്ങി നടക്കാൻ വേണ്ടി പറ്റുന്നില്ല, സാമ്പത്തികം ഞങ്ങളുടെ കൈവശത്തിൽ ഇല്ലാത്തത് കൊണ്ട് രാഷ്ട്രീയ സംഘടനകളോ മതസംഘടനകളോ സാമൂഹ്യ സംഘടനകളോ മറ്റാരോ നമ്മളെ സമീപിക്കാറില്ല. ഏതെങ്കിലും പ്രാദേശിക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പ്രവാസികൾ എന്ന നിലക്ക് ഒരു സീറ്റും ആരും കിട്ടാറില്ല. മൊത്തത്തിൽ തിരിച്ചു വന്ന പ്രവാസികളുടെ പ്രശ്നം ഒന്നാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ഓരോരുത്തർക്കും ഓരോരോ വിഷയങ്ങളാണ്. അപ്പോൾ ഒരാൾക്ക് നിയമപ്രശ്നമാണെങ്കിൽ ഒരാൾക്ക് ശമ്പളം കിട്ടാത്ത പ്രശ്നം, ഒരാൾക്ക് താമസമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, ഒരാൾക്ക് വിസ ക്യാൻസൽ ചെയ്ത് പുതിയ വിസ പുതുക്കി കൊടുക്കാത്ത വിഷയം, അങ്ങനെ ഓരോരോ വിഷയങ്ങളാണ്. അത് നിയമപരമായിരിക്കുന്ന പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ പൊതുവായിരിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു ഏകോപനം എത്തുന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരും നോർക്ക സംവിധാനങ്ങളും ലോ കേരള സഭയും 100% പരാജയമാണ്. അപ്പോൾ ഇവിടെ നടത്തപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു നാടകത്തിൻ്റെ ഭാഗമായി സർക്കാരിനെ പിന്തുണക്കുന്ന വിഭാഗങ്ങളുടെ ഒരു കൂട്ടായ്മ. ഇത് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസത്തിലാണ് ഇതിലേക്കുള്ള മെമ്പർഷിപ്പ് അങ്ങനത്തെ രീതി, അതായത് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ അപേക്ഷ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി ഓഗസ്റ്റ് മാസത്തിലാണ്. ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇത് ഓപ്പൺ ആക്കുന്നത് ഇത് ആരോടും പറയില്ല, സ്വകാര്യമായിട്ട് വെക്കും. അപ്പോൾ ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഇതിൻ്റെ രഹസ്യമായ നിർദ്ദേശം കൊടുക്കുക, അന്ന ദിവസം ഓപ്പൺ ആക്കിയിട്ടുണ്ട്, നിങ്ങൾ വേഗം അതിൽ ആഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ളവരൊക്കെ അതിൽ ആഡ് ചെയ്യും, പിന്നീട് അത് ബ്ലോക്കാക്കും. അപ്പോൾ ഒന്നും അറിയാത്ത ഞങ്ങൾ ഓഗസ്റ്റ് മാസത്തിലൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടല്ലോ, നിങ്ങൾ അപേക്ഷിക്കാത്ത ഞങ്ങളാണ് ഉത്തരവാദി എന്നൊരു മറുപടിയും കിട്ടും. ഈ ഒരു രീതിയിലുള്ള ഒരു ഡ്രാമയാണ് യഥാർത്ഥത്തിൽ ലോ കേരള സഭ എന്ന് പറയുന്നത്. അത് വളരെ കൃത്യതയോടുകൂടി അത് മനസ്സിലാക്കിയാലും അത് പഠിച്ചാലും തിരിച്ചറിവുണ്ടാവും എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ പ്രശ്നങ്ങൾ പ്രശ്നമായിട്ട് തന്നെ ഇവിടെ നിലനിൽക്കുന്നു. പ്രശ്നത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു ചർച്ചകൾ നടക്കുന്നില്ല. ആ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരമില്ല. 2028 തുടങ്ങിയിരിക്കുന്ന 2018 തുടങ്ങിയിരിക്കുന്നു, 5 ഇപ്പോൾ കഴിഞ്ഞു. 5 പ്രവാസികളുടെ പ്രശ്നത്തിന് എന്താ പരിഹാരം? അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ചുരുക്കം. അഥവാ നമ്മൾ പറയുന്നത് ലോ കേരള സഭ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിനെ പ്രശംസിക്കാനുള്ള ഒരു രാഷ്ട്രീയ വേദി എന്നതിനപ്പുറം മറ്റൊന്നും ഇതിൽ നിന്ന് പ്രവാസികൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.